ഹലോ ഗൈസ്, ഈ കൈക്കോട്ടും ഈ കോസ്റ്റ്യൂം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ? എന്ത് തോന്നാൻ? ഞാൻ ഈ മണ്ടൻ തന്നെ ഇതിട്ടുകൊണ്ട് ഇപ്പോൾ കല്യാണത്തിനൊന്നും പോകാൻ പറ്റില്ലല്ലോ. പണിക്കിറങ്ങിയതാണേ. ഇമ്മ ഇങ്ങനെ പെരിന്ന് രാവിലെ തന്നെ വയലാറൽ തുടങ്ങി. അപ്പോൾ ഉമ്മ തന്ന പണിയാണ്. ഉമ്മ വേസ്റ്റ് ഇടാനുള്ള സ്ഥലത്തൊക്കെ ഒന്ന് വയ്യ നിരത്തി കൊടുക്കുക. അത് നമ്മളാണ് ചെയ്താണ് കൊടുത്തു. എന്നാലും നമ്മക്കൊരു റെസ്റ്റ് തരൂല അവനെ. അത് അടുത്ത വിളി. ഇതുപോലത്തെ ഒരു മണ്ടനാണ് ഞങ്ങളെ കണ്ടോണി. എ ടി എമ്മിൽ നിന്ന് പൈസ എടുക്കാൻ വന്നതാണ്. എന്നിട്ട് എ ടി എം കാർഡ് ഇല്ലാതെ പോകുന്നത്. അങ്ങനെ ഓൻ്റെ മണ്ടപരിപാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ എനിക്ക് സ്നിക്കേഴ്സാണ് കിട്ടി. ഇത് ഞാൻ 4 ഷെയർ ചെയ്തില്ലെങ്കിൽ ഇവിടെ ബദ്രൂദ്ധം നടക്കും. മെയിനായി നേതൃത്വം കൊടുക്കൽ ഇവനേക്കാരം. കാരണം ഇതാണ് വീട്ടിലെ ചെറിയ സന്തതി. അങ്ങനെ എനിക്കുള്ള ഷെയറും പാടെ ഞാൻ മേടിച്ചാണ് ഞാൻ നേരെ പോകുന്നു. ഗൈസ്, ജിമ്മിന് വേണ്ട ഇനി ഇപ്പോൾ ജിമ്മൊക്കെ നേരം മഴ ആയതുകൊണ്ട് സ്റ്റെക്കായി വിടാം. എന്തായാലും ജിമ്മ് പോയേ പറ്റൂ. ഒരു ദിവസം നമ്മൾ മുടക്കാൻ പാടില്ല. ഈ ഒരു പുണ്യപ്രവൃത്തി കണ്ടാൽ നല്ലതാ വിചാരിക്കും. ഓനാണ കല്ലിട്ട് ആ ചിറിക്കൊന്നാണ് കൊടുക്കണ്ടേ. പിന്നെ വയ്യാണ് മനസ്സിലായത് ജിമ്മക്ക് എത്താനുള്ള എണ്ണല്ലാന്ന്. അങ്ങനെ തള്ളി കൊണ്ടുപോയി പമ്പ് കണ്ട് എത്തിച്ചു. ഈ കാക്കാൻ്റെ നോട്ടം എന്താ വെച്ചാൽ അത്രയും തള്ളി കൊടുത്തിട്ട് 20 റുപ്യൊക്കെ പെട്രോൾ അടിച്ചിന്. കായ് മാണ്ടേ. അങ്ങനെ ചെസ്റ്റിനുള്ള വാമപ്പാണ് തുടങ്ങി. ഒരു പുഷപ്പ് ചലഞ്ച് കൊണ്ട് വെച്ചു. ഞങ്ങൾ രണ്ടാളാണ് വെച്ചിൻ്റെ. ഓ മോനെ, ഒരു ആവശ്യമില്ല. കജ്ജും കാലണ്ട് ബെറച്ചിട്ടാരോ. ഇനി എൻ്റെ ഒരു പട്ടി ഷോ ഉണ്ട്, കണ്ടു നോക്കി. എങ്ങനെയുണ്ട് ശരിയായ പട്ടി ഷോ? അങ്ങനെ ഒരു സൈഡ് കാണാൻ നോക്കിയപ്പോൾ ഉണ്ട് അബ്ബാസിന്റെ ടിങ്കും മിങ്കും വർക്കൗട്ട് ചെയ്യണേ. എന്താ പോൻ്റെയൊക്കെ കഥ. ഓ, നല്ലൊരു മയത്ത് നല്ലൊരു കയപ്പ്. ഇതുപോലത്തെ കയപ്പ് നിങ്ങൾക്ക് ഉണ്ടോ? ഇന്നത്തെ ദിവസം അങ്ങനെ പോയി.